ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസസ് ആയിട്ടുള്ള ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വിൽക്കുമ്പോൾ സെയിൽസ് അല്ലാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമതായിട്ട് പ്രൊഡക്റ്റ് വിസിബിലിറ്റി അക്രോസ് ദ ഇന്ത്യൻ റീജിയൻ. ഇന്ത്യ ആയിക്കോട്ടെ വേറെ രാജ്യങ്ങളിലായാലും അവിടെയുള്ള ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആ ഒരു റീജിയൻ കംപ്ലീറ്റ്ലി നമ്മുടെ പ്രോഡക്റ്റ് വിസിബിൾ ആയിരിക്കും, പർച്ചേസബിളും ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ, മാസീവായിട്ടുള്ള ഒരു കസ്റ്റമർ ഓഡിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള അല്ലെങ്കിൽ ആ റീജിയനിൽ ഒട്ടാകെയുള്ള ജനങ്ങളുടെ അടുത്ത് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റും. തേർഡ് വൺ, ലോ എൻട്രി ബാരിയേഴ്സ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വിൽക്കാൻ നിങ്ങൾക്ക് അതുമാത്രം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അതുപോലെ തന്നെ വേറെയുള്ള മറ്റുള്ള സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നമ്മൾ ഓൺബോർഡ് ചെയ്യുമ്പം ഒരുപാട് കോസ്റ്റ് വരുന്നല്ലോ. സോ ഇങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഫോർത്ത് വൺ, ഹാസിൽ ഫ്രീ ലോജിസ്റ്റിക്സ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുമ്പോൾ അവരുടെ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഷിപ്പിംഗ് ടെൻഷൻസ് എല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഫിഫ്ത്ത് വൺ, സെക്യൂർ പേയ്മെൻറ്റ്സ്. അവർ ത്രൂ നമുക്ക് വിൽക്കുന്ന പ്രോഡക്ട്സിനെല്ലാം തന്നെ ഓൺ ടൈം ആയിട്ട് സിസ്റ്റമാറ്റിക്കലി നമുക്ക് പേയ്മെൻറ്റ് റിലീസ് ചെയ്തു വരുന്നുണ്ട്. സിക്സ്ത് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്കേലബിൾ ആൻഡ് ട്രസ്റ്റഡ് ബിസിനസ്. ഇതിൽ ത്രൂ നമ്മൾ സെൽ ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമുക്ക് വളർച്ച മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 1.5x ഗ്രോത്ത് ഒക്കെയാണ് നമുക്ക് മന്ത്ലി കാണാൻ പറ്റുന്നത്. ഫോളോ ഫോർ മോർ അപ്ഡേറ്റ്സ്.